ഓൺലൈൻ കോൺഫറൻസ് ചെയ്യാൻ വേണ്ടി ഇന്ന് കൂടുതൽ പേർ യൂസ് ചെയ്യുന്ന സർവീസാണ് ഗൂഗിൾ മീറ്റ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പലർക്കും ഡൗട്ട്സ് ഉള്ളതായി അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഒരു PC യൂസ് ചെയ്ത് എങ്ങനെ ഗൂഗിൾ മീറ്റിൽ കോൺഫറൻസ് ചെയ്യാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. Now welcome to the video. My name is Jitesh and you are watching JIOLOJI. സാധാരണ വീഡിയോ കോളിംഗ് ആപ്സിൽ നിന്നും ഗൂഗിൾ മീറ്റ് പോലുള്ള ആപ്സിനുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് എ കോൺഫറൻസിങ് ആപ്പ് rather than just for വീഡിയോ കോളിംഗ്. ഇതിൽ കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് പരമാവധി 100 പാർട്ടിസിപ്പൻസിനെ വരെ ആഡ് ചെയ്യാൻ പറ്റും. ആരെയും കോൾ ചെയ്യേണ്ട ആവശ്യമില്ല, ബട്ട് ഇൻവിറ്റേഷൻ വഴിയായിരിക്കും ഇതിൽ പാർട്ടിസിപ്പൻസിന് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു 1-to-1 വീഡിയോ ചാറ്റിംഗ് എന്നതിനപ്പുറത്തേക്ക് ഒരു ബിസിനസ് മീറ്റിംഗ് ഓർ എൻ ഓൺലൈൻ ക്ലാസ് റൂം സെറ്റപ്പ് ചെയ്യുക എന്നതൊക്കെയാണ് കോൺഫറൻസ് ആപ്പിൻ്റെ റിയൽ യൂസേജ്. ഓൾസോ ഇറ്റ്സ് ഫ്രീ ടു യൂസ് ആൻഡ് ഇതിലൊരു കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്യാൻ ആകെ വേണ്ടത് ഒരു ഗൂഗിൾ അക്കൗണ്ട് മാത്രമാണ്, വിച്ച് ഐ ബിലീവ് എവറി സ്മാർട്ട് ഫോൺ യൂസേഴ്സ് ഹാവ്. നൗ ലെറ്റ്സ് സീ ഹൗ ടു സെറ്റപ്പ് എ മീറ്റിംഗ്. രണ്ട് രീതിയിലാണ് ഇത് അവൈലബിൾ ആവുന്നത്. വൺ ആസ് എ ഫ്രീ സ്റ്റാൻഡ് അലോൺ ആപ്പ് ഓർ ആസ് എ പാർട്ട് ഓഫ് ദി G Suite. G Suite എന്നത് ഗൂഗിളിൻ്റെ ഒരു പെയ്ഡ് സർവീസാണ് വിച്ച് ഈസ് യൂസ്ഡ് മെയിൻലി ബൈ ബിസിനസ് ഓർ പവർ യൂസേഴ്സ്. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഗൂഗിൾ മീറ്റിംഗ് സർവീസസ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് മാത്രം നോക്കാം. അഗെയിൻ രണ്ട് രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഒരു സ്മാർട്ട് ഫോൺ ആപ്പ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർനെറ്റ് ബ്രൗസർ യൂസ് ചെയ്തിട്ട്. സോ ഇറ്റ്സ് ഐദർ ആസ് എ ഹോസ്റ്റ് ഓർ ആസ് എ പാർട്ടിസിപ്പൻറ്റ്. ഒരു കോൺഫറൻസ് ഓർ എ മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഹോസ്റ്റ്, ഹു ഇസ് സ്പീക്കർ. ആ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണ് പാർട്ടിസിപ്പൻസ്, ഹു ആർ ദ ഓഡിയൻസ്. ഒരു സ്മാർട്ട് ഫോണിലൂടെ ഗൂഗിൾ മീറ്റ് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാം എന്നറിയാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിങ്കിലുള്ള വീഡിയോ കാണാം. കമ്പ്യൂട്ടറിലൂടെ എങ്ങനെ എന്നറിയാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഒരു കമ്പ്യൂട്ടർ ബ്രൗസർ യൂസ് ചെയ്തിട്ട് ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് എന്നാദ്യം നോക്കാം. ഫസ്റ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് meet.google.com എന്ന അഡ്രസ് എൻ്റർ ചെയ്യുക, വിച്ച് വിൽ ടേക്ക് യു ടു ദിസ് വിൻഡോ. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും, ഐദർ സ്റ്റാർട്ട് എ മീറ്റിംഗ് ഓർ ജോയിൻ എ മീറ്റിംഗ്. സ്റ്റാർട്ട് എ മീറ്റിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ലോഗിൻ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ പറയും. സോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ബാക്ക് ടു ദ ഹോം പേജ്. അവിടെ 3 ഓപ്ഷൻസാണ് ഉണ്ടാവുക. ഗെറ്റ് എ ഷെയറിംഗ് ലിങ്ക് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഷെയറിംഗ് ലിങ്ക് കിട്ടും. ആ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. എന്നിട്ട് മീറ്റിംഗ് തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ ജോയിൻ എ മീറ്റിംഗ് എന്ന സ്ഥലത്ത് ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റിംഗ് സ്റ്റാർട്ട് ആവും. ഇവിടെ ജോയിൻ എ മീറ്റിംഗ് ആണ് കൊടുക്കുന്നതെങ്കിലും നിങ്ങളായിരിക്കും അതിൻ്റെ ഹോസ്റ്റ്. അടുത്തത് സ്റ്റാർട്ട് ആൻ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ്. ഇത് ചൂസ് ചെയ്താൽ മീറ്റിംഗ് ഇൻസ്റ്റൻ്റ്ലി സ്റ്റാർട്ട് ആവും, അപ്പോൾ തന്നെ സ്റ്റാർട്ട് ആവും. അതിൽ കാണുന്ന ലിങ്ക് ഷെയർ ചെയ്താൽ അത് യൂസ് ചെയ്ത് മറ്റുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. അടുത്തത് ഷെഡ്യൂൾ എ മീറ്റിംഗ് എന്ന ഓപ്ഷനാണ്. മീറ്റിംഗ് വേറെ ഒരു ടൈമിലേക്ക് ഷെഡ്യൂൾ ചെയ്ത് പാർട്ടിസിപ്പൻസിനെല്ലാം ഷെയർ ചെയ്ത് വെച്ച് ആ ടൈം ആകുമ്പോൾ എല്ലാവരും റെഡി ആയിരിക്കാൻ വേണ്ടി ഒരു റിമൈൻഡറും സെറ്റ് ചെയ്യാനാണ് ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് സിമ്പിളായ മെത്തേഡാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മീറ്റിംഗ് സ്റ്റാർട്ട് ആവും. ബ്രൗസറിൽ മീറ്റിങ്ങിൻ്റെ ഇൻ്റർഫേസ് ആണിത്. അതിൽ കാണുന്ന ലിങ്ക്സ് ഷെയർ ചെയ്താൽ പാർട്ടിസിപ്പൻസിനെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ഓർ മെയിൽ ID അറിയാമെങ്കിൽ മെയിൽ വഴി ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും താഴെ കാണാം. കട്ട് ചെയ്യാനും മൈക്ക് ഓർ വീഡിയോ ഓഫ് ചെയ്യാനുമുള്ള 3 ബട്ടൺസ് ഇവിടെ കാണാം. പാർട്ടിസിപ്പൻസ് ജോയിൻ ചെയ്യുമ്പോൾ അവരെ ആഡ് ചെയ്യാനോ ഡിനൈ ചെയ്യാനുള്ള അപ്രൂവൽ ഹോസ്റ്റായ നമ്മളാണ് കൊടുക്കേണ്ടത്. പാർട്ടിസിപ്പൻസിൻ്റെ ലിസ്റ്റ് നമുക്ക് മുകളിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അതിലാവശ്യമുള്ള ആളെ പിൻ ചെയ്താൽ അവരുടെ വീഡിയോ മാത്രമായിരിക്കും മുകളിൽ വരുന്നത്. ആരെയും പിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആരാണോ സംസാരിക്കുന്നത് അവരുടെ വീഡിയോ ആയിരിക്കും കാണുന്നത്. അവിടെ വെച്ച് പാർട്ടിസിപ്പൻസിനെ മ്യൂട്ട് ചെയ്യാൻ ഹോസ്റ്റായ നമുക്ക് പറ്റും, ബട്ട് മ്യൂട്ട് ചെയ്തവരെ തിരിച്ച് അൺമ്യൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അത് പാർട്ടിസിപ്പൻസിന് മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ അടുത്ത് പബ്ലിക് മെസ്സേജസ് കാണാം. അവിടെ മീറ്റിങ്ങിലുള്ള എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെയും മെസ്സേജ് ഒന്നിച്ച് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ താഴെ മീറ്റിംഗ് ഡീറ്റെയിൽസ് എടുത്താൽ അതിൽ മീറ്റിംഗ് കോഡ് ആൻഡ് ഡ്രൈവ് അറ്റാച്ച്മെൻറ്റ്സ് എന്തെല്ലാം നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കാണാൻ പറ്റും. 3 ഡിസ്പ്ലേ ലേഔട്ട് ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. അതിലൊന്ന് ഓട്ടോ ആണ്, ഓർ വി ക്യാൻ മാനുവലി സെലക്ട് ദ വൺ ദാറ്റ് വി ലൈക്ക്. സ്പോട്ട്ലൈറ്റ് യൂസ് ചെയ്താൽ ഏത് പാർട്ടിസിപ്പൻ്റ് ആണോ സംസാരിക്കുന്നത് അവരെ മാത്രം കാണാൻ സാധിക്കും. സൈഡ് ബാർ ലേഔട്ട് സെലക്ട് ചെയ്താൽ സെയിം ആസ് എ സ്പോട്ട്ലൈറ്റ്, ബട്ട് സൈഡിൽ മറ്റു പാർട്ടിസിപ്പൻസിൻ്റെ ലിസ്റ്റും കാണാം. ടൈൽഡ് ലേഔട്ട് എടുത്താൽ എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഒന്നിച്ച് കാണാൻ സാധിക്കും. ഓൾസോ നമുക്ക് ഫുൾ സ്ക്രീൻ പോകാനുള്ള ഓപ്ഷനും താഴെ കാണാം. സെറ്റിംഗ്സ് എടുത്താൽ ഒന്നിൽ കൂടുതൽ മൈക്ക് ഓർ സ്പീക്കർ ഓർ ക്യാമറ സെറ്റപ്പ് നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ടെങ്കിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ക്യാപ്ഷൻസ് ഓണാക്കിയാൽ പാർട്ടിസിപ്പൻസ് ഓർ ഹോസ്റ്റ് സംസാരിക്കുന്ന താഴെ എഴുതി കാണിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ബട്ട് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ക്യാപ്ഷൻസ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പ്രസൻറ്റ് ഓപ്ഷൻ യൂസ് ചെയ്ത് നമ്മുടെ ഡെസ്ക്ടോപ്പ് സ്ക്രീൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും സാധിക്കും. സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അസൈൻമെൻറ്റ്സ് ഓർ പ്രോജക്റ്റ് റിപ്പോർട്ട്സ് ഓർ ബിസിനസ് മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ PPT പ്രസൻറ്റേഷൻസ് ഒക്കെ ഇതിലൂടെ എല്ലാവരുമായി പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ആഡ് ചെയ്യുന്നത് പോലെ തന്നെ പാർട്ടിസിപ്പൻസിനെ റിമൂവ് ചെയ്യാനുള്ള അതോറിറ്റിയും ഹോസ്റ്റായ നമുക്ക് മാത്രമായിരിക്കും. നമ്മൾ കോൾ കട്ട് ചെയ്താലും മീറ്റിംഗ് കണ്ടിന്യൂ ആവും വിത്തൗട്ട് എ ഹോസ്റ്റ്, ബട്ട് നമുക്ക് അപ്പോൾ തന്നെ റീജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്രയുമാണ് ഡെസ്ക്ടോപ്പിൽ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.
ഇനി നമുക്ക് ഡെസ്ക്ടോപ്പ് ഉപയോഗിച്ച് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എഗെയിൻ ബ്രൗസറിൽ meet.google.com എന്ന പേജ് എടുത്താൽ അതിൽ മീറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ മൂന്നാമതായി കാണുന്ന ഷെഡ്യൂൾ എ മീറ്റിംഗ് ഇൻ കാലണ്ടർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ കാലണ്ടർ എന്ന് പറയുന്ന വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ നമുക്കൊരു ന്യൂ ഇവൻറ്റ് ഓപ്പൺ ആയിട്ട് ജോയിൻ ഗൂഗിൾ മീറ്റ് എന്ന സബ്ജക്റ്റ് ഓൾറെഡി ആഡ് ആയിട്ടുണ്ടാവും. അവിടെ നമ്മുടെ മീറ്റിങ്ങിന് ഒരു പേര്, ദെൻ മീറ്റിങ്ങിൻ്റെ ടൈം ആൻഡ് ഡേറ്റ്, പിന്നെ നോട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത്, മീറ്റിങ്ങിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇതെല്ലാം ആഡ് ചെയ്യാൻ സാധിക്കും. 1 hour ആണ് ഒരു മീറ്റിങ്ങിൻ്റെ മാക്സിമം ഡ്യൂറേഷൻ. ഓൾസോ മീറ്റിംഗ് ലിങ്ക് അവിടെ കാണാം. അത് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് മറ്റുള്ളവർ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും സാധിക്കും. റൈറ്റ് സൈഡിൽ നമുക്ക് ഈ കാലണ്ടർ ഇവൻറ്റ് നമ്മുടെ എല്ലാ പാർട്ടിസിപ്പൻസിനും ഷെയർ ചെയ്യാനുള്ള സ്ഥലമാണ്. അവിടെ പാർട്ടിസിപ്പൻസിൻ്റെ Gmail ID കൊടുക്കുന്നത് വഴി എല്ലാവർക്കും അവരുടെ ഫോണിൽ ഈ കാലണ്ടർ ഇവൻറ്റ് ആൻഡ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അതിന് താഴെ നമ്മൾ ഈ ആഡ് ചെയ്ത പാർട്ടിസിപ്പൻസിന് ഈ ഇവൻറ്റ് മോഡിഫൈ ചെയ്യാനോ മറ്റുള്ള ഗസ്റ്റിൻ്റെ പേരുകൾ കാണാനോ കൂടുതൽ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇവിടെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം ഇത് നമ്മൾ സേവ് ചെയ്യണം. സേവ് ചെയ്യുന്ന ടൈമിൽ ആഡ് ചെയ്യുന്ന ഗസ്റ്റുകൾക്ക് ഒരു റിമൈൻഡ് ചെയ്യാൻ വേണ്ടി ഒരു മെയിൽ അയക്കണോ എന്നിവിടെ ചോദിക്കണം. അത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കണം. സോ ആസ് യു ക്യാൻ സീ നൗ നമ്മുടെ കലണ്ടറിൽ ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ആയിട്ട് കഴിക്കും. ഇനി തിരിച്ച് ഗൂഗിൾ മീറ്റിൻ്റെ പേജിലോട്ട് പോയാൽ അവിടെ സൈഡിൽ ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ച മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും അവരുടെ മീറ്റ് ഓപ്പൺ ചെയ്താൽ അതിൽ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ്ലി മീറ്റിങ്ങിലോട്ട് കടക്കും. ഇങ്ങനെയാണ് ഡെസ്ക്ടോപ്പിൽ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇനി നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് എങ്ങനെയാണ് മീറ്റിംഗ് ജോയിൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ meet.google.com എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. ദർ യു ക്യാൻ സീ 2 ഓപ്ഷൻസ്. മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്ത ആൾ നിങ്ങൾക്കൊരു കോഡ് അല്ലെങ്കിൽ ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടാവും. ആ ലിങ്ക് അല്ലെങ്കിൽ കോഡ് കോപ്പി ചെയ്ത് ബ്രൗസറിൽ ഇതുപോലെ പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലോഗിൻ ചെയ്തതിന് ശേഷമായിരിക്കും മീറ്റിംഗ് സ്റ്റാർട്ട് ആവുന്നത്. ബട്ട് ഓൾസോ റിമെമ്പർ ദാറ്റ് മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന ആൾ നിങ്ങൾക്ക് ഓതറൈസേഷൻ നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് മീറ്റിങ്ങിലോട്ട് കംപ്ലീറ്റ്ലി ജോയിൻ ആവാൻ സാധിക്കുള്ളൂ. ഇത്രയുമാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഗൂഗിൾ മീറ്റിൽ ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ഓർ ജോയിൻ ഓർ ഷെഡ്യൂൾ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ദാറ്റ്സ് ദാറ്റ് അബൌട്ട് ഇറ്റ്. ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ടു മെനി ഓഫ് യു. ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇറ്റ്സ് റിയലി ഡോണ്ട് ഹെൽപ്പ് ഔട്ട് മൈ ചാനൽ. സോ സീ യു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ടു. വീഡിയോയെ പറ്റി എന്തെങ്കിലും സജഷൻസ് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ലീവ് them in the comment section below as well. I thank you for watching and hope to see you again soon in my next video. Ciao.